നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 19, 28, 37 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 അല്ലേ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 28, അതുപോലെ തേർഡ് ടേം എന്ന് പറയുന്നത് 37. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിതിനെ ഒരു പൊസിഷനായിട്ട് എഴുതുകയാണെങ്കിൽ പൊസിഷൻ, അതുപോലെ തന്നെ ടേം. പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് 1, 2, 3 അങ്ങനെ പോകും. അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. അപ്പോൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ 1, 2, 3, 4 അങ്ങനെയാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ 1 ആണ്. ടേം എന്ന് പറയുന്നത് 19 ആണ്. ഈ സെക്കൻഡ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, അതായത് 28. 3 എന്ന് പറയുന്നത് തേർഡ് ടേം, അതായത് 37. അപ്പോൾ ഇതാണ് പൊസിഷൻ ടേം. അപ്പോൾ മനസ്സിലല്ലോ. അപ്പോൾ 10th ടേം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ്? 10. ഇനി നമുക്ക് ഇങ്ങനൊരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 10th ടേം എത്രയാണ്, അല്ലെങ്കിൽ 100th ടേം ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസ് എന്താണ്? പൊസിഷൻ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ വരുന്നത്? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഏതെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് ടേമുകൾ തമ്മിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം നോക്കാം. അപ്പോൾ 28 മൈനസ് 19, അതായത് 9 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. അതായത് ഓരോ ടേമിൻ്റെ കൂടെയും 9 ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ടേം കൂടെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ 10th ടേം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 10th ഇപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് തന്നിരിക്കുന്ന ടേം എന്താണ്? തേർഡ് ടേം ആണ് അല്ലേ. തേർഡ് ടേം 37 തന്നിട്ടുണ്ട്. തേർഡ് ടേം 37. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 10th ടേം ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. 10th ടേം അപ്പോൾ 10 പൊസിഷൻ മൈനസ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ പൊസിഷൻ 3, അതായത് 10 മൈനസ് 3 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഇവിടെ നമുക്ക് തേർഡ് ടേമിൻ്റെ കൂടെ 7 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്കവിടെ എന്ത് കിട്ടുക? 10th ടേം കിട്ടുക. കണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ പൊസിഷൻ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ അത് 7 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ തേർഡ് ടേമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ തേർഡ് ടേം പ്ലസ് 7 ടൈംസ് കോമൺ ഡിഫറൻസ്. 7 ടൈംസ് കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 9. അതായത് 37 പ്ലസ് 9 7s are 63. അതായത് നമുക്ക് 100 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ 10th ടേം എന്ന് പറയുന്നത് എന്താണ്? 100 എന്ന് കിട്ടി. ഇത് തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ തേർഡ് ടേം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോയത്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് ടേം ആണ് തന്നിരിക്കണത് എങ്കിൽ നമുക്ക് 10th ടേം എങ്ങനെയാണെന്നുള്ളത് ഏതെന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 19. നമുക്ക് കാണാനുള്ളത് എത്രയാണ്? 10th ടേം. അപ്പോൾ പൊസിഷൻ എന്താ? ഫസ്റ്റ് ടേം 10th ടേം എന്ന് പറയുമ്പോൾ പൊസിഷൻ 10. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ പൊസിഷൻ 1. അപ്പോൾ 10 മൈനസ് 1 ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 10th ടേം കിട്ടിയത്. കണ്ടോ? അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ടേം പ്ലസ് 9 ടൈംസ് കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 9 തന്നെയായിരുന്നു. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 19 പ്ലസ് 9 9s are 81. 19 പ്ലസ് 81 ഈസ് ഈക്വൽ ടു 100. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ടേം വെച്ച് ചെയ്ത് നോക്കിയപ്പോഴും നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ 10th ടേം എന്ന് പറയുന്നത് 100 ആണെന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ടേം എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടേം പ്ലസ് എത്ര പ്രാവശ്യം ഇത് വരും? 10 മൈനസ് 2 അല്ലേ. അപ്പോൾ 8 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ 100 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് വേറൊരു ഇത് നോക്കാം. ഫോർത്ത് ടേം രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 45 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ടേം നമുക്ക് തന്നിരിക്കുന്നത് 56 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്താണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ മുന്നിലേക്കുള്ള ടേം ആണല്ലേ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് അല്ലേ. 10th ടേം എന്നൊക്കെ പറയുമ്പോൾ മുന്നിലേക്കാണ്. ഇത് നോക്കിയാൽ 4th 5th തന്നിട്ട് നമുക്ക് പിന്നിലേക്ക്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ആ സീക്വൻസിൻ്റെ ആദ്യത്തെ ടേം ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ പിന്നിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 4th ടേമും 5th ടേം എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് രണ്ട് ടേമുകളാണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എത്ര വരും? 56. ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം. 56 മൈനസ് 45, അതായത് നമുക്ക് 11 ആണ് കോമൺ ഡിഫറൻസ് എന്ന് കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക്
ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്തെന്ന് തുടങ്ങാം, ഫോർത്ത് ടേമിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഫോർത്ത് ടേം 45 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് ടേം അല്ലേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ പൊസിഷൻ നോക്കാം. ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ പൊസിഷൻ 4ഉം ഫസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ 1ഉം. അപ്പോൾ 4 - 1 = 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഫോർത്ത് ടേമിൽ നിന്ന് 3 ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ. പിന്നിലേക്ക് നമുക്ക് പോകേണ്ടത്, മുന്നിലേക്കല്ല. അപ്പോൾ അവിടെ ആഡ് അല്ല ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക, ഫസ്റ്റ് ടേം കിട്ടുക. അപ്പോൾ ഫോർത്ത് ടേം എന്തായിരുന്നു 45. സബ്ട്രാക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മൈനസ് എത്രയാണ് 3 ടൈംസ് അല്ലേ. ഇവിടെ തമ്മിലുള്ള പൊസിഷൻ്റെ ഡിഫറൻസ് 3 ആയിരുന്നു. 3 ടൈംസ് കോമൺ ഡിഫറൻസ്, അതായത് 45 - 3 × 11 33. 45 - 33 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി നമുക്ക്, 12 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം, ചിലപ്പോൾ പറയും ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ട് സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലേ. 12 പിന്നെ 11 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. 23 34 കണ്ടോ, നമ്മുടെ 45 56 കണ്ടോ. അങ്ങനെ നമ്മുടെ സീക്വൻസും നമുക്ക് അതുപോലെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് എഴുതാൻ പറഞ്ഞാലും വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ കണ്ട അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്തായിരുന്നു, അതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അല്ലേ, മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. ഇനി വേറൊരു സീക്വൻസ് നോക്ക്, 91 82 73 കണ്ടോ. ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പക്ഷെ അവിടെ നമ്മൾ നമ്പർ അവിടെ ആഡ് ചെയ്യുമ്പോഴല്ല, സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക്, അതായത് നമ്പർ അവിടെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, അപ്പോഴാണ് അവിടെ അരിത്തമെറ്റിക് സീക്വൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളവിടെ എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് തുടങ്ങാം. തേർഡ് ടേം ഇവിടെ എത്ര തന്നിരിക്കുന്നത് 73, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നും ചെയ്യാം കേട്ടോ, അത് നമ്മുടെ ചോയ്സ് ആണ്. അപ്പോൾ തേർഡ് ടേം 73 നമുക്ക് കാണാനുള്ളത് 10th ടേം ആണ് അല്ലേ. അപ്പോൾ പൊസിഷൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. പൊസിഷൻ ഡിഫറൻസ് വരിക 10th ടേം ആണല്ലേ. അപ്പോൾ 10 തേർഡ് ടേം 3, അപ്പോൾ 10 - 3 = 7 എന്ന് കിട്ടി. അപ്പം 7 ആണ് പൊസിഷൻ ഡിഫറൻസ്. നമ്മൾ തേർഡ് ടേം എടുത്തു. ഇവിടുത്തെ സീക്വൻസ് എങ്ങനെയുള്ള ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യല ചെയ്യേണ്ടത്, എന്താണ്, മുന്നിലേക്കുള്ള ടേം കിട്ടാൻ വേണ്ടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. എത്ര ടൈംസ് ആണ്, 7 ടൈംസ്. പിന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. കോമൺ ഡിഫറൻസും കൂടി ഒന്ന് നമുക്ക് നോക്കാം. കോമൺ ഡിഫറൻസ് = 82 - 91. അതായത് എത്ര വരിക, 82 - 91 എന്ന് പറയുമ്പം 9 അല്ലേ, -9 എന്ന് കിട്ടും. അതായത് 9 ആണ് അവിടെ സബ്ട്രാക്ട് ചെയ്യണേ നമുക്ക് പറയാം അല്ലേ. ഇവിടെ 7 ടൈംസ് എന്താണ് 9 എന്ന് എഴുതാം. ആ മൈനസ് ആണ് നമ്മളിവിടെ പോയിട്ട് എന്താ ഇത് ഇവിടെ സബ്ട്രാക്റ്റ് ആയി കണ്ടത് അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് -9 ആണ്. ആ മൈനസ് ആണ് ആക്ച്വലി ഇവിടെ ഈ പ്ലസിൻ്റെ അവിടെ എന്തായിട്ട് വരിക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 73 + 7 ടൈംസ് -9. അപ്പോൾ 73 - 7 × 9 കണ്ടോ. അപ്പോൾ നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആ കോമൺ ഡിഫറൻസ് ഡിക്രീസ് ചെയ്യുന്ന നമ്പർ ഏതാണ്, 9, അങ്ങനെ പറഞ്ഞാൽ മതി. ആ 9 ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് എത്ര ടൈംസ് ആണെങ്കിൽ. അപ്പോൾ 73 - 7 9s are 63. അപ്പോൾ നമുക്കവിടെ എന്തെന്ന് കിട്ടി, 10 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ ഫസ്റ്റ് ടേം എന്താണെന്ന് കിട്ടി, അല്ല 10th ടേം ആയിരുന്നു അല്ലേ. 10th ടേം നമുക്കവിടെ എന്തെന്ന് കിട്ടി, 10 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ടേമിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇനി നമുക്കിതുപോലെ തന്നെ ഇതിപ്പോൾ ഈ ഒരു സീക്വൻസിൽ ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്തത് ഇൻക്രീസിങ് സീക്വൻസ് ആയിരുന്നു. ഇൻക്രീസിങ് സീക്വൻസിൽ മുന്നിലേക്കുള്ള ടേം കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തു, പിന്നിലേക്കുള്ള ടേം കിട്ടാൻ വേണ്ടി നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ഡിക്രീസിങ് സീക്വൻസിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആയിരുന്നു. മുന്നിലേക്കുള്ള ടേം, അതായത് 10th 100 അങ്ങനത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തു. ഇനി പിന്നിലേക്കുള്ള ടേം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നോക്കിയേ, വേറൊരു സീക്വൻസ് നമുക്കെടുക്കാം. വേറൊരു സീക്വൻസ് ഫോർത്ത് ടേം എന്ന് പറയണത് എത്രയായിരുന്നു, 65. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഫിഫ്ത്ത് ടേം 54. അപ്പോൾ നമുക്ക് ആദ്യം അവിടുത്തെ കോമൺ ഡിഫറൻസ് ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ഏത് നമ്പറാണ് അവിടെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് അല്ലേ. ഏത് ടേമാണ് അവിടെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണേ നോക്കാം. അപ്പോൾ 54 - 65. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, 11 ആണെന്ന് കിട്ടി അല്ലേ. അതായത് 11, അതായത് ശരിക്കും അത് ആക്ച്വലി
54 മൈനസ് 65 എന്ന് പറയുമ്പോൾ -11 വരും. അല്ലെങ്കിൽ 11 ആണ് അവിടെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഡിക്രീസ് ചെയ്തിരിക്കുന്ന ടേം 11 ആണ്. ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ടേം കാണണം. അപ്പോൾ നമ്മൾ മുന്നിലേക്കുള്ള ടേം കണ്ടുപിടിച്ചു. ഇനി പിന്നിലേക്കുള്ള ടേം കാണുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫോർത്ത് ടേം എത്ര തന്നിരിക്കുന്നത് 65. നമുക്ക് കാണേണ്ടത് ഫസ്റ്റ് ടേം ആണ്. പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും 4 - 1 അതായത് 3. അപ്പോൾ നമുക്ക് ഫോർത്ത് ടേം ഇവിടെ നമുക്ക് പിന്നിലേക്ക് പോകുമ്പോൾ എന്താ വരേണ്ടത്? സാധാരണ നമ്മൾ ഇൻക്രീസിങ് സീക്വൻസിൽ പിന്നിലത്തെ ടേം കണ്ടുപിടിക്കുമ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഡിക്രീസിങ് സീക്വൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ആഡ് ചെയ്യേണ്ടത്. പ്ലസ് എത്ര പ്രാവശ്യമായിരുന്നു? 3 ടൈംസ് ഏത് നമ്പർ അവിടെ ഡിക്രീസ് ചെയ്തത്? 11. അല്ലെങ്കിൽ ആ ഒരു മൈനസ് ആണ് ഇവിടെ മൈനസും ആയിട്ട് അത് പ്ലസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ 65 + 33. 65 + 33 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 98. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 98 ആണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻക്രീസിങ് സീക്വൻസ്, അതായത് ടേം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 5, 10, 15 ഇതിൽ 5 ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനൊരു സീക്വൻസ് ആണെങ്കിൽ നമുക്ക് മുന്നിലേക്കുള്ള ടേം, ഇപ്പോൾ 10th ടേമോ അല്ലെങ്കിൽ 20th ടേമോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ്, അതിൻ്റെ ആ ടേമുകളുടെ ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് ആ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ എത്ര പ്രാവശ്യമാണെന്നുള്ളത്, അത് നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ പിന്നിലേക്കുള്ള ടേം, ഫസ്റ്റ് ടേമോ സെക്കൻഡ് ടേമോ കണ്ടുപിടിക്കാനായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ, അതായത് 20, 18, 16 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ നേരെ തിരിച്ച് മുന്നിലേക്കുള്ള ടേം കിട്ടാൻ വേണ്ടി സബ്ട്രാക്ട് ചെയ്യണം, പിന്നിലേക്കുള്ള ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേതെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് പേജ് നമ്പർ 18 വരുന്ന ആക്ടിവിറ്റീസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്